ഹലോ ഓൾ, ഷെങ്കൻ വിസയുടെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങൾക്കൊരു യൂറോപ്യൻ കൺട്രി വിസിറ്റ് ചെയ്യണോ എങ്കിൽ അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് റഷ്യ. റഷ്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് ഈ വിസ മാത്രമേ ആവശ്യമുള്ളൂ. അത് വെറും 5 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. ഈ വിസ അപ്ലൈ ചെയ്യാനാണെങ്കിലും ഭയങ്കര സിമ്പിളാണ്. ഒരു ഏജൻസിയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കുറേ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. ഹിന്ദിയിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്, മലയാളത്തിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ റഷ്യയിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽസിൻ്റെ അഡ്രസ്സ്, ഇത്രയും മാത്രമേ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൂ. പിന്നെ പർപ്പസ് ഓഫ് വിസിറ്റ്, അതെന്തായാലും നമ്മൾ ടൂറിസം എന്നാണ് ഇത്. അത്രയും സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വിസയാണ് ഈ വിസ. ഈ വിസയിൽ നമുക്ക് 1 മാസത്തോളം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അതിൽ കൂടെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പാടില്ല. പിന്നെ ഇമിഗ്രേഷൻ ആണെങ്കിലും നമുക്ക് ആദ്യം കുറച്ച് ടെൻഷൻ വരും. കാരണം ഇന്ത്യൻസിനെയും പിന്നെ വേറെ ആൾക്കാരെയും മാത്രമായിട്ട് കുറച്ച് മാറ്റി നിർത്തി നമുക്കൊരു ഇൻ്റർവ്യൂ പ്രോസസ്സ് പോലെ ജസ്റ്റ് റൂമിൽ അവർ വിളിച്ച് വരുത്തിയിട്ടാണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. ഫോണിൽ എന്തൊക്കെയോ നമ്പേഴ്സൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ പർപ്പസ് ഓഫ് വിസിറ്റ്, നമ്മുടെ റിട്ടേൺ ടിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വിസ, പിന്നെ ഞാൻ മറന്നൊരു കാര്യമുണ്ട്, ട്രാവൽ ഇൻഷുറൻസ്. അപ്പം ഇങ്ങനത്തെ കൺട്രീസിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾ എടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഐറ്റിനറി, നമ്മളിവിടെ എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണുന്നത്, നമ്മൾ ഏതൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്യും, ഏതൊക്കെ ദിവസങ്ങളിൽ, അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഒരു ഐറ്റിനറി ഇത്രയും മാത്രം പ്രിപ്പയർ ചെയ്ത് പോയാൽ എല്ലാം ഈസി പ്രോസസ്സാണ്. ഇമിഗ്രേഷൻ ക്ലിയർ ആവുന്ന സമയത്ത് അവർ നമുക്കൊരു ട്രാവൽ സ്ലിപ്പ് തരും. അതൊരു ചെറിയൊരു പേപ്പറാണ്. അപ്പോൾ അത് നമ്മുടെ പാസ്പോർട്ടിൽ എപ്പോഴും സൂക്ഷിച്ച് വെക്കുക. നമ്മളിപ്പം ഹോട്ടൽ ബുക്ക് ചെയ്താണെങ്കിലും നമ്മളവിടെ കയറുമ്പം അവർ ഈ ഒരു സ്ലിപ്പ് ചോദിക്കും. റിട്ടേൺ ടൈമിൻ്റെ ഇമിഗ്രേഷൻ പ്രോസസ്സിലും അവർ ഈ ഒരു സ്ലിപ്പ് നോക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്ലിപ്പിൽ നമ്മുടെ എൻട്രി ഡേറ്റ് ആൻഡ് നമ്മൾ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത് അവരോട് പറഞ്ഞ ആ ഒരു ഡേറ്റാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സേഫായിട്ട് വെക്കാൻ മറക്കരുത്. ഓൾസോ നമ്മളിപ്പോൾ മണി എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ US$ കൺവേർട്ട് ചെയ്തിട്ടാണ് അവിടെ പോയത്. പക്ഷേ എയർപോർട്ടിൽ നോക്കിയപ്പോൾ അവിടെ ഇന്ത്യൻ റുപ്പിയും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ നിന്ന് അധികം നിങ്ങൾ മണി റൂബിൾസിലേക്ക് മാറ്റാത്തതാണ് നല്ലത്. ബിക്കോസ് എയർപോർട്ടിൽ എക്സ്ചേഞ്ച് റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ലൈക്ക് ചെറുതായിട്ട് ടാക്സി പിടിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനും അതുപോലെ തന്നെ സിം എടുക്കാനും അതിനൊക്കെ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ക്യാഷ് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ നിൽക്കുമ്പം സിറ്റീസിലൊക്കെ കുറേ മണി എക്സ്ചേഞ്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ ചെറിയ റേറ്റിന് നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും. അപ്പോൾ അതാണ് സേഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ റഷ്യയിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു സിം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യുബിഗി എന്ന് പറഞ്ഞിട്ടുള്ള സിമ്മാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഈ ഒരു സജഷൻ എനിക്ക് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. ഈ യുബിഗി സിം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ തന്നെയായിരുന്നു. അതുകൂടാതെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫിസിക്കൽ സിം കാർഡും എടുത്തിട്ടുണ്ടായിരുന്നു. ബി-ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ സിം കാർഡാണ് എടുത്തത്. ഈ ഒരു ബി-ലൈൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ സിം കാർഡ് ചില സ്ഥലത്ത് അത്ര പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ സിം ആയിരുന്നു കുറച്ചും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്ത്. അപ്പം സിം അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ സിമ്മും എപ്പോഴും നമ്മുടെ കൈ വെക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഈ ഫിസിക്കൽ സിം കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. അത്യാവശ്യം 1 മണിക്കൂറോളം ചിലവിട്ടിട്ടാണ് നമുക്ക് ഫിസിക്കൽ സിം കിട്ടിയത്. അവർക്ക് കുറേ ബയോമെട്രിക്സും അതുപോലെ തന്നെ കുറേ പ്രോസസ്സൊക്കെ ഉണ്ട്. ഫിംഗർ പ്രിൻറ്റും നമ്മുടെ ഐസിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അത്യാവശ്യം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫിസിക്കൽ സിം കാർഡ് കിട്ടിയത്. അപ്പോൾ നമ്മൾ സിം എടുത്താലും നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. ബിക്കോസ് ഇവിടെ ഓൺഗോയിങ് വാർ നടക്കുന്ന സമയമായിരുന്നു. യുക്രൈൻ റഷ്യ വാർ നടക്കുന്നതുകൊണ്ട് തന്നെ മെയിൻ സിറ്റീസായ മോസ്കോ, ഈ ക്രെംലിൻ്റെ ഏരിയാസും അതുപോലെ തന്നെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ പല ഏരിയാസിലും അതുപോലെ തന്നെ മുർമാൻസ്കിൽ വരെ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മൾ വിചാരിക്കും ഇവിടുത്തെ സിമ്മിൻ്റെ പ്രശ്നമെന്ന്, പക്ഷെ അല്ല, അത് അവിടെ പൊതുവേ നെറ്റ്വർക്ക് അവർ ഡൗൺ ആക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു വാറിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾ സോളോ ആയിട്ടാണ് വരുന്നതെങ്കിൽ നേരത്തെ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെ കാണും, ഏതാ റൂട്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം വരാൻ. ബിക്കോസ് നമ്മൾ എപ്പോഴും നമ്മൾ മാപ്പ് നോക്കിയിരിക്കുകയെന്ന് വെച്ചാൽ ചിലപ്പം വർക്ക് ആകുന്നില്ല. അപ്പോൾ റഷ്യയിൽ ഗൂഗിൾ മാപ്പ് ഒന്നും വർക്ക് ആകത്തില്ല. അപ്പം അതിന് പകരം ഇവിടെ ഒരു അടിപൊളി മാപ്പ് ഉണ്ട്, യാൻഡെക്സ് മാപ്പ്. ഈ യാൻഡെക്സിൻ്റെ തന്നെ പല ആപ്സ് ഉണ്ട്. യാൻഡെക്സ് ട്രാൻസ്ലേറ്റർ, യാൻഡെക്സ് ബ്രൗസർ, യാൻഡെക്സ് ടാക്സി. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ യാൻഡെക്സ് മാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഗൂഗിൾ മാപ്പ് പോലെയല്ല. നമ്മളിപ്പം ഒരു റൂട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ റൂട്ടിലേക്കുള്ള എല്ലാ മെട്രോസും അതുപോലെ തന്നെ ബസ്, ട്രാംസ് അവൈലബിൾ ആണെങ്കിൽ അത്, ഇപ്പോൾ നമ്മൾ കണക്റ്റഡ് ആയിട്ടാണ് പോകേണ്ടതെങ്കിൽ, അതായത് ഇപ്പം ഒരു സബ്വേ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാമാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വാക്ക് ചെയ്താൽ മതി, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈവൻ നമുക്ക്
എന്താ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനോടുകൂടിയാണ് ഈ മാപ്പ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഇപ്പോൾ ബസ് വരുന്ന ടൈം, ബസ് ഇവിടുന്ന് എപ്പോൾ വരും, നമ്മൾ ഏത് നമ്പർ ബസ്സിലാണ് കയറേണ്ടത്, ആ ബസ് ഇപ്പം ഏത് സ്ഥലത്താണ് ഉള്ളത്, അങ്ങനെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു അടിപൊളി മാപ്പാണ് ഈ യാൻഡെക്സ് മാപ്പ്. അപ്പോൾ ഈ യാൻഡെക്സ് മാപ്പിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ്റെ റൂട്ട്, ഇപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഹോട്ടലിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു റൂട്ടൊക്കെ നേരത്തെ നമ്മൾ നോക്കി വെക്കാം. സെൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞ സൈറ്റ് വഴിയാണ് റഷ്യയിലെ ഹോട്ടൽസും അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ബുക്ക് ചെയ്യേണ്ടത്. വേറൊരു സൈറ്റും അവൈലബിൾ അല്ല. റഷ്യയിൽ Airbnb സെറ്റപ്പ് ഒന്നുമില്ല. ഈ സെൻ ഹോട്ടൽസ് വഴി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് യാൻഡെക്സ് ബ്രൗസറിൽ ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കാം. യാൻഡെക്സ് മാപ്പിൽ നമുക്ക് ലൊക്കേഷനൊക്കെ നോക്കാം. ചില മെയിലിൽ അവർ ലൊക്കേഷനൊക്കെ അയച്ചു തരും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റഷ്യയിലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബാങ്ക് കാർഡും വർക്ക് ആകത്തില്ല. നമ്മൾ ഏതൊക്കെ രാജ്യത്ത് നമ്മൾ യൂസ് ചെയ്ത ക്രെഡിറ്റ് കാർഡാണെങ്കിലും റഷ്യയിൽ അതൊന്നും വർക്ക് ആകത്തില്ല. അപ്പോൾ നമുക്ക് ക്യാഷ് തന്നെ കൊണ്ടുവരണം. റഷ്യയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ 1% ഓഫ് ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ റഷ്യയുടെ ഒരു കൾച്ചർ വെച്ചിട്ട് അവിടുത്തെ ലേഡീസ് അങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ചിരിച്ച് കാണിക്കും, അങ്ങനെ അധികം മിങ്കിൾ ചെയ്യുന്ന ടൈപ്പല്ല. അപ്പോൾ ലേഡീസിൻ്റെ അടുത്ത് നമ്മൾ ഹെൽപ്പ് ചോദിക്കാൻ പോയാലും നമുക്ക് തിരിച്ച് ഹെൽപ്പ് കിട്ടണമെന്നില്ല. അത് അവരുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. പക്ഷേ മെന്നാണെങ്കിൽ തിരിച്ച് നല്ലപോലെ ഹെൽപ്പിംഗ് ആണ്. അവർക്ക് പറ്റുന്ന രീതിക്കൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും ട്രാൻസ്ലേറ്റർ ആപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പം അത് അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ അങ്ങനെ റേഷ്യൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. അവർ ഭയങ്കര വെൽക്കമിങ് ആണ്. ഭയങ്കര ഒരു അതിശയമാണ് ഇന്ത്യൻസിനെ അവർക്ക് കാണുമ്പം. പിന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സ്നേഹമുള്ള പോലെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയിൽ പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് റഷ്യൻ വോഡ്ക. അതുപോലെ തന്നെ റഷ്യയിലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡാണ് റോസ്റ്റിക്സ്. റോസ്റ്റിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ KFC ആണ്. നമ്മുടെ നാട്ടിലേക്കാട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, വില കുറവാണ്, എന്നാൽ ടേസ്റ്റും ഉള്ളൊരു സാധനമാണ് റോസ്റ്റിക്സ്. പക്ഷെ അത് എപ്പോഴും കഴിക്കാൻ ഞാനങ്ങനെ എൻകറേജ് ചെയ്യത്തില്ല. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കണ്ടെത്താൻ കുറച്ച് പാടായിരുന്നു. 1-2 ഒക്കെ ഞങ്ങൾ കണ്ടുള്ളൂ. സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരെണ്ണം കണ്ടായിരുന്നു, മോസ്കോയിലും ഞങ്ങൾ ഒരെണ്ണം കണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മുടെ നാടിൻ്റെ അത്ര ക്വാണ്ടിറ്റിയിലൊന്നും ഫുഡ് കിട്ടത്തില്ല, അത്രയും ടേസ്റ്റും ഇല്ല. അത് മാത്രമല്ല പ്രൈസ് ആണെങ്കിലും നല്ല ഹെവി പ്രൈസാണ്. അപ്പോൾ അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് പോയി കഴിക്കാവുന്നതാണ്. പിന്നെ റഷ്യയിൽ ഭയങ്കര എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ബസ്സാണെങ്കിലും ട്രാം ആണെങ്കിലും ഈവൻ മിനി ട്രെയിൻ ആണെങ്കിലും മെട്രോ ആണെങ്കിലും അടിപൊളിയാണ്. എല്ലാ സ്ഥലത്തേക്കും മെട്രോ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക. നമുക്കിവിടെ ട്രാവൽ കാർഡ് കിട്ടും മെട്രോ തന്നെ. ഈ ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബസ്സും അതുപോലെ തന്നെ ട്രാമും മെട്രോയും യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ റഷ്യൻ വീഡിയോസ് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് എൻ്റെ ചാനലിൽ കുറേ റഷ്യൻ വീഡിയോസ് ഉണ്ട്, അത് കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.